ഈ തന്ത്രിയെ അപമാനിക്കുന്ന പ്രസ്താവനകളുമായി നമ്മുടെ മുഖ്യമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും രംഗപ്രവേശം ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു, അസത്യ പ്രസ്താവനയാണ്. ഇതേ മൈതാനത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വടകരയിൽ ലോകനാർകാവ് ക്ഷേത്രത്തില് കടത്തനാട് രാജാവ് തന്ത്രിയെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് ഇവിടെ നിന്ന് പ്രസ്താവിച്ചു. പലരും കൈയടിച്ചു. സത്യം നിങ്ങൾ മനസ്സിലാക്കുക, കടത്തനാട് രാജാവ് തന്ത്രിയെ പുറത്താക്കിയിട്ടില്ല. അന്നും ഇന്നും കാട്ടുപാടമാണ് അവിടുത്തെ തന്ത്രി. പുറത്താക്കിയത് മേൽശാന്തിയെയാണ്. മേൽശാന്തിയും തന്ത്രിയുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല. എന്താ ചെയ്യാ? അത് സാരമില്ല, അത് കുഴപ്പമില്ല. പിന്നെ എവിടെയാ കുഴപ്പമെന്നറിയോ? പുറത്താക്കിയത് ആരാ? ആരും പുറത്താക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പുറത്താക്കിയതാരാ? പുറത്താക്കിയത് രാജാവാ. താനാരാ? താൻ മുഖ്യമന്ത്രിയാ. മന്ത്രി രാജാവാന്ന് കരുതിയാ ശരിയാവുമോ? മന്ത്രിക്ക് ഞാൻ രാജാവാന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലഹേ നിങ്ങൾ മന്ത്രിയാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു സംശയവുമില്ല. മന്ത്രിയെ നമ്മൾ ബഹുമാനിക്കുന്നു, രാജാവിനെയും ബഹുമാനിക്കുന്നു. പക്ഷെ മന്ത്രിക്ക് ഞാൻ രാജാവാൻ തോന്നിക്കഴിഞ്ഞാൽ അത് അനർത്ഥമാണ്. ആ അനർത്ഥം നമ്മളെ നാട്ടിൽ സംഭവിക്കരുത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി തന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് എന്തെല്ലാം പ്രസ്താവനകളുമായിട്ട് മന്ത്രിമാര് വന്നു. പ്രത്യേകിച്ച് എം മണി പോട്ടെ, സാരമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ സുധാകരൻ മന്ത്രി, അദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും ദോഷം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞങ്ങൾ സന്യാസിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിയാണ് അദ്ദേഹം. കാരണം നമ്മളൊക്കെ കുഞ്ഞുങ്ങളാവുമ്പോൾ LKG UKG അല്ലെങ്കിൽ LP സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ നമ്മളോട് ചോദിക്കാടാ നീ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഹൈസ്കൂളിലൊന്നും എത്തിയപ്പോൾ അമ്മ എന്നോട് ചോദിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചിട്ടില്ല. അമ്മ പോലും എന്നെ ഒഴിവാക്കി ഹൈസ്കൂളും കോളേജിലും എത്തിയപ്പോൾ. LP ക്ലാസ് പോകുമ്പോൾ ചോദിക്കാറുണ്ട്, എടാ നീ അണ്ടർവെയർ ഇട്ടിട്ടില്ലേ എന്ന് ചോദിക്കാറുണ്ട്, ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ സന്യാസിമാരൊക്കെ അടിവസ്ത്രം ഇടുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഒരു ക്യാബിനറ്റ് മന്ത്രി കേരളത്തിൽ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അങ്ങേയറ്റം സ്നേഹമാണ്, ആദരവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ വേറൊരു സമാധാനം, അദ്ദേഹം ഇപ്പൊ സന്യാസിമാരെ വിട്ട് തന്ത്രിമാരുടെ പിന്നാലെ പോയിട്ടുണ്ട്. എന്തൊക്കെയാ അവരൊക്കെ പറഞ്ഞേ? ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ IPC 295 വകുപ്പ് അനുസരിച്ച് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതിന് കേസ് കൊടുക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഈ മതവും വികാരമൊക്കെ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ? നമുക്കില്ലേ? നമ്മുടെ ആചാര്യന്മാരെ ഒന്നിനു പിറകെ ഒന്നായി നിന്ദിക്കുമ്പോൾ, നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളെ അപമാനിക്കുമ്പോൾ നമുക്കൊരു വികാരവും ഇല്ലേ? ഉണ്ട്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിലുടനീളം കണ്ടത്. അതാണ് ലോകത്തിലുടനീളം കണ്ടത്. കാണേണ്ടവര് കണ്ടാൽ തരക്കേടില്ല. അത് കഴിഞ്ഞ് സമയം പിന്നെ മുന്നോട്ട് പോയി. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു സംഭവം ഉണ്ടായി. ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ പോരാ, ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവം ഉണ്ടായി. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധി ഒരു ഓപ്പൺ കോർട്ടിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊരു തീരുമാനം സുപ്രീം കോടതി എടുത്തു നവംബർ 13 ഇത് അത്യപൂർവമായ ഒരു ഉത്തരവാണ്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഉത്തരവ്, വിധി, അത് ഓപ്പൺ കോടതിയിൽ വിചാരണ ചെയ്യുക പതിവില്ല. അത് ക്ലോസ്ഡ് ചേംബറിലേ എടുക്കാറുള്ളൂ, ഡിസ്മിസ് ചെയ്യാറാ പതിവ്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിട്ട് ഓപ്പൺ കോർട്ടിൽ ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട കോടതി സമ്മതിച്ചാൽ അതിന്റെ അർത്ഥം സെപ്റ്റംബർ 28 വിധിയിൽ കാര്യമായ കുഴപ്പമുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായി. എന്നാലെങ്കിലും അത് ഒരു ഇംഗ്ലീഷ് പദം പ്രയോഗിച്ചാൽ കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ആ കേസെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഭരിക്കുന്നവർക്കൊരു വിവരം വേണ്ടേ? ഉണ്ടായില്ല. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഹൈന്ദവ ചേതനയെ അപമാനിക്കാനുള്ള നടപടികളാണ്. എന്തുകൊണ്ടെന്നാൽ ഗുലാം അബ്ബാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആൻഡ് അതേഴ്സ് എന്നുള്ള പ്രസിദ്ധമായ കേസിൽ ദേവാലയങ്ങളിലും പരിസരത്തിലും 144 പ്രഖ്യാപിക്കരുതെന്നും പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ഇന്നിന്ന പ്രയോഗങ്ങൾ ചെയ്ത ശേഷം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിപാലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ 144 പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നിലവിലുണ്ട്.
ഗുലാം അബ്ബാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആൻഡ് അതേഴ്സ് 1981. അതിനെ കൂടി കാറ്റിൽ പറത്തിക്കൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് 144 പ്രഖ്യാപിച്ചു. പിന്നെ 7000 പോലീസ് ഉദ്യോഗസ്ഥന്മാര് ശബരിമലയില് യൂണിഫോമില് മഫ്തിയിൽ എത്രയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ജനത്തിരക്കിനൊരു കുറവുമില്ല ശബരിമലയില്. വളരെ ശരിയാ. മൊത്തം 15,000-ഓളം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങിയപ്പോ ഭക്തജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം അലയടിച്ചപ്പോ അജണ്ട നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആംബുലൻസിൽ വേഷപ്രച്ഛന്നരാക്കി 2 യുവതികളെ കൊണ്ടുപോയി. അവര് ദർശനം ചെയ്യാനല്ല പോയത്. ഇതൊന്നും ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ട് തന്നെയാണ് ഇത് പ്രസംഗിക്കുന്നത്. അതിൽ ഓരോ വാക്കും അരിച്ചു പെറുക്കിയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇത് പ്രസംഗിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഈ നടപടി ഉണ്ടായത്. തന്ത്രിക്ക് ശുദ്ധികലശം ചെയ്യേണ്ടി വന്നു. അത് വലിയൊരു വിഷയമാക്കി. പക്ഷെ അത് വില പോയില്ല, വില പോവുകയുമില്ല. ഉടനെ തന്നെ കേസെടുക്കണം, തന്ത്രിക്ക് യാതൊരു അധികാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞു വന്നു. കോടതി പറഞ്ഞു അവിടെ നിൽക്കട്ടെ, സമയം വരുന്നുണ്ടല്ലോ, ഇതിപ്പോ എന്തായാലും ഇതിനെ സംബന്ധിച്ച കേസ് വരുന്നുണ്ടല്ലോ, അപ്പൊ ഒന്നിച്ചെടുക്കാം. ഇങ്ങനെ ഒന്നിനെ പിറകെ ഒന്നായി നമ്മളെ അപമാനിക്കുന്ന നടപടികൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിവിടെ കൂടിയ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. സാധാരണ വളരെയധികം പ്രാവശ്യം അന്വേഷണങ്ങൾ നടത്തിയിട്ടും പിടിക്കപ്പെടാത്ത പുള്ളികളെ, പിടികിട്ടാ പുള്ളികൾ, അങ്ങനെ ചില പുള്ളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉഗ്ര ആയുധങ്ങളോടുകൂടിയൊക്കെ സന്നാഹം ചെയ്തിരിക്കുന്ന പുള്ളികളെ ഒക്കെ കീഴടക്കിയാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില പാരിതോഷികങ്ങളൊക്കെ കൊടുക്കാറ് പതിവുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ മുറയിൽ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുകയും ചെയ്യും. എന്നാൽ ആ മരക്കൂട്ടത്ത് വഴിയിൽ കിടന്നുറങ്ങുകയായിരുന്ന KP ശശികല ടീച്ചർ അവിടെ തന്നെ സ്റ്റേജിന്റെ മുകളിലുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക പാരിതോഷികം, ക്യാഷ് അവാർഡ്. ഗുഡ് സർവീസ് എൻട്രി ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കൊള്ളാം. അവരെടുത്ത് എന്ത് തോക്കായിരുന്നു, എന്ത് ബോംബാന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എങ്ങനെയാ അങ്ങനെയുള്ള ഒരാളെ ബലപൂർവ്വം പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്താൽ അതിന് ഗുഡ് സർവീസ് എൻട്രിയുടെ ആവശ്യം എന്താ? പിടികിട്ടാ പുള്ളിയാ, നിത്യവും സമൂഹത്തിന്റെ ഇടയ്ക്ക് പ്രസംഗിച്ച് നടക്കുന്ന ഒരു അമ്മയാ. അവരെ എവിടുന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൂടി? അങ്ങനെ ചെയ്താൾക്ക് എന്ത് ഗുഡ് സർവീസ് എൻട്രിയും ക്യാഷ് അവാർഡുവാ? ഒരു സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. അവിടെ പറയുന്നത് ഞങ്ങൾ കോടതി വിധി നടപ്പിലാക്കുകയാണെന്നാണ്. പച്ചക്കള്ളമാണ്. ഓർത്തഡോക്സ് സഭയുടെ വിഷയത്തിൽ പിറവം പള്ളി യാക്കോബായ സഭയുടെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇത്ര കാലമായിട്ട് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്നാ പറഞ്ഞിട്ടുള്ളേ. പിന്നെയും സമയം നീട്ടി ചോദിക്കുക. അവിടെ 144 പ്രഖ്യാപിച്ചിട്ടില്ല, അവിടെ പോലീസ് രാജ് നടപ്പിലാക്കിയിട്ടില്ല. അതിലുപരി കേരളത്തിൽ ഹൈവേ സൈഡിലുള്ള മദ്യശാലകൾ എടുത്തു മാറ്റാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞപ്പോ മദ്യശാല എടുത്തു മാറ്റുന്നതിന് പകരം റോഡിന്റെ പേര് മാറ്റി, ഹൈവേയുടെ പേര് ഹൈവേ അല്ലാണ്ടാക്കി. അങ്ങനത്തെ ഗവൺമെന്റാ നമ്മളെ ഭരിക്കണത്. ഇവരാണോ കോടതി അനുസരിക്കാൻ വേണ്ടി ചെയ്യണത്? എന്നിട്ട് അനുസരിക്കാൻ വേണ്ടിയിട്ട് എന്താ നാണം കെട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റിന്റെ മുകളിൽ ഇംപ്ലിമെന്റ് ചെയ്ത റിപ്പോർട്ട് കോടതിയുടെ മുമ്പ് കൊണ്ടുപോയാൽ കോടതി സ്വീകരിക്കാൻ പോണോ? അവിടെ 51 പേരെ ഞങ്ങൾ കയറ്റിന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. കോടതി പറഞ്ഞു റിപ്പോർട്ടും കൊണ്ട് നിങ്ങളാണ്ട് പോയിക്കോളൂ, പോണ വഴിക്ക് നല്ല കുട്ടികൾ ജേർണലിസ്റ്റുകളുണ്ട്, അവരത് ചോർത്തി. ലിസ്റ്റ് നമുക്ക് കിട്ടി നോക്കുമ്പോ പെണ്ണെന്നും പറഞ്ഞിട്ട് കുറെ ആണുങ്ങൾ. ഇത് വലിയ ശസ്ത്രക്രിയൊക്കെ ചെയ്താൽ അങ്ങനെ നടക്കുന്നു കേട്ടിട്ടുണ്ട്. ശസ്ത്രക്രിയ ഒന്നും ചെയ്യാണ്ട് എങ്ങനെയാ നടക്കുക? അങ്ങനെ അറിയില്ല എങ്ങനെയാന്ന്. പിന്നെ വയസ്സായിട്ടുള്ള അമ്മമാര്, ഞങ്ങൾക്ക് 53 ഞങ്ങൾക്ക് 54 പക്ഷെ അവരൊക്കെ ഇപ്പോ 36. എന്തൊരു സുഖ ഇല്ലേ? പൊതുവെ അങ്ങനെ ഇവിടെ ഉള്ളവരെ കൊണ്ടല്ല പറയണ്ടോ, ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയാണ്ടിട്ടുണ്ട്. അത്ര ഈ പ്രായം കുറച്ച് പറയുക. എന്തൊരു സുഖ. അത് 54 ആൾക്കൊക്കെ 36 അങ്ങോട്ട് ചാർത്തി കൊടുക്കുക ഗവൺമെന്റ് പറഞ്ഞ എന്തൊരു സുഖ. എവിടെ എത്തി നമ്മൾ? നാണുണ്ടോ ഈ ഗവൺമെന്റിന്? ഒന്ന് ചിന്തിക്കുക. ഒരു സമൂഹത്തിനെ ഇങ്ങനെ ചവിട്ടി മതിച്ചാൽ എങ്ങോട്ടാണ് ഈ പോക്ക്? രാവണന്റെ കഥ കേട്ടിട്ടില്ലേ? ഹിരണ്യകശിപുവിന്റെ കഥ കേട്ടിട്ടില്ലേ? കംസന്റെ കഥ കേട്ടിട്ടില്ലേ?
അവരൊക്കെ ഒന്നിനു പിറകെ ഒന്നായി അധർമ്മത്തിന്റെ പ്രവൃത്തികൾ ചെയ്തവരാണ്, ഉപദേശങ്ങളെ തൃണവൽഗണിച്ചവരാണ്. എന്നിട്ട് എന്തുണ്ടായി അവർക്ക്? ഇത് കേവലം ഒരു 5 കൊല്ലത്തേക്ക് കയറിയിരിക്കുമ്പോ ഒരു സമൂഹത്തെ ചവിട്ടി മതിക്കാമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ ഒരു സംശയമില്ല, കാലം അതിന് മാപ്പ് തരില്ല. നമ്മളേറെ ദീർഘിപ്പിക്കുന്നില്ല, ഉപസംഹരിക്കുകയാണ്. ഒന്ന് മാത്രം പറയട്ടെ, ഇത് കേവലം ഒരു സമ്മേളനമല്ല, ഇത് കേവലം ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയവുമല്ല. മറ്റൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അസത്യ പ്രസ്താവനകളുമായി നടക്കുകയാണ്. 1991 ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് യുവതികൾക്ക് വിലക്ക് വന്നത്. അതിനു മുമ്പ് അവിടേക്ക് സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. കള്ളത്തരമാണ്. അതെന്താ സ്വാമി, അവിടുത്തെ സ്ത്രീകൾ കയറിയിട്ടില്ലേ? കയറിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ കള്ളത്തരാണെന്ന് പറയുന്നത്? 1955 ഒക്ടോബർ 21 ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട്. 10 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ കയറരുതെന്ന്. ആ ഉത്തരവ് നിലനിൽക്കെ യുവതികൾ കയറിയിട്ടുണ്ടെങ്കിൽ 55 50 10 മുതൽ 55 വരെ വയസ്സ്. അത് ദേവസ്വം ബോർഡ് പുതുതായി കൊണ്ടുവന്ന ഉത്തരവല്ല. ആ ഉത്തരവിന്റെ 1ാമത്തെ വാചകം തന്നെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരം പരിരക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കൈക്കൂലി കൊടുത്തിട്ടോ ശുപാർശ കൊണ്ടോ യുവതികൾ കയറിയിരുന്നെങ്കിൽ അത് ഇല്ലീഗലായിട്ടുള്ള കയറ്റമാണ്, അല്ലാതെ ലീഗലല്ല. ഹൈവേയിൽ പലരും ഹെൽമെറ്റ് ഇടാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും, സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്നുണ്ടാവും. അത് ലീഗലല്ല, അത് ഇല്ലീഗലാണ്. അതുപോലെ ഈ കാലഘട്ടത്തിലുള്ള എൻട്രി ഇല്ലീഗൽ എൻട്രി ആയിരുന്നു, അതിനെ ലീഗലൈസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെ പല അസത്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിന് മുകളിലേക്ക് മാത്രം കടന്നു കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് സവർണതയുടെ വാക്കല്ല പറയുന്നത്. വനവാസികൾക്ക് ഏറ്റവും അധികം വേദനയുണ്ടാക്കുന്ന വിഷയമാണ് ശബരിമലയിൽ ഉണ്ടായത്. അവിടുത്തെ വനവാസി ഉള്ളാടൻ സമൂഹം വലിയ വിഭാഗം ക്രിസ്ത്യാനിയായി മതം മാറി പോയെങ്കിലും ശേഷിക്കുന്ന മലയരയൻ വിഭാഗം, ഇവരുടെയൊക്കെ ഹൃദയമാണ് ശബരിമല. അവരുടെയൊക്കെ ആചാരങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ പാണ സമുദായത്തിന്റെ ആചാരമുണ്ട്, അവിടെ പുള്ളുവരുടെ ആചാരമുണ്ട്, അവിടെ നായർ സമൂഹത്തിന്റെ ആചാരമുണ്ട്, ഉള്ളാടരുടെ ആചാരമുണ്ട്. അതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മലയരന്മാർക്കുണ്ടായിരുന്ന ആചാരം ദേവസ്വം ബോർഡ് തട്ടിയെടുത്തിട്ടുണ്ട്, അത് തിരിച്ചു നൽകണം. ഈഴവന്മാർക്കുണ്ടായിരുന്ന അധികാരം ദേവസ്വം ബോർഡ് തട്ടിയെടുത്തിട്ടുണ്ട്, അത് തിരിച്ചു നൽകണം. എല്ലാ സമുദായങ്ങളും ഒത്തൊരുമിച്ച് ആരാധിച്ചു വരുന്നൊരു സമ്പ്രദായമാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. അത് പുനഃസ്ഥാപിക്കപ്പെടണം. അങ്ങനെ ഹൈന്ദവ ചോദനയുടെ ഒരു ശക്തി കേന്ദ്രമായി ശബരിമലയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് അസത്യ പ്രസ്താവനകളൊന്നും ഏറെ വില പോവില്ല. അവിടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ആരാധന ഇപ്പോഴും നടക്കുന്നുണ്ട്. പലരും വിചാരിച്ച ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള സാത്വിക പൂജ മാത്രമേ ഉള്ളൂ എന്നാ. അല്ല, അവിടെ രാജസിക പൂജയുണ്ട്, താമസിക ഉപാസനാക്രമങ്ങളുണ്ട്, എല്ലാം ഇന്നും നടക്കുന്നുണ്ട്. അതൊക്കെ ഭംഗിയായി നടക്കണം. അതുകൊണ്ട് ഹൈന്ദവ ആരാധനാ സ്ഥാനങ്ങളോട് കളിക്കരുത്. ഒരു പടി കൂടി കടന്ന് ഇതിനെ വലിയ എന്താ പറയേണ്ടത്, ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ജീവികളൊക്കെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കിയത്. എങ്കിൽ അഗസ്ത്യാർകൂടത്തില് വനവാസികൾ തുടർന്നു പോന്ന ആചാരം അവിടെ നിർത്തപ്പെട്ടു. അഗസ്ത്യ മഹർഷിയുടെ തിരുസന്നിധി അത് കളങ്കപ്പെടുത്തപ്പെട്ടു. ഇപ്രാവശ്യം അവിടുത്തെ പൂജ മുടങ്ങി. 95 വയസ്സുള്ള ഭഗവാൻ കാണി പൊട്ടിക്കരയുന്ന ആ രംഗം നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, ഇതാ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇതിലാണ് ഇനി മുഴുവൻ നോട്ടമുള്ളത്. ഇതെങ്ങനെയെങ്കിലും ഗവൺമെന്റിൻ്റെതാക്കണം, നാഷണലൈസ് ചെയ്യണം. ഓരോ ക്ഷേത്രത്തെ ഓരോ ആചാര കേന്ദ്രത്തെ ആയിട്ട് നശിപ്പിക്കണം. ഈ ഒരു വലിയൊരു അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ അനുവദിക്കാൻ പാടുള്ളതല്ല. അതിനായിക്കൊണ്ടുള്ള ഹൈന്ദവ ചേതനയുടെ ശാക്തീകരണത്തിന്റെ സമ്മേളനമാണിത്. ഒരു സംശയവും. ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് നമ്മുടെ ആചാരങ്ങൾക്കും വിശ്വാസത്തിനും മുകളിലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്ന് ശക്തമായ ശബ്ദമായി ഇത് ഉയരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയും സമയം വൈകിയിട്ടില്ല. ഇനിയും വിവേകത്തിന് സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ ഈ ക്ഷേത്രാചാരങ്ങൾക്ക് മുകളിലേക്ക് കടന്നു കയറില്ല എന്ന് പറയാൻ ഇനിയും സമയമുണ്ട്. ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട എല്ലാ മനുഷ്യരൊന്നും ഈ ചിന്താഗതിയുള്ളവരൊന്നും അല്ല.
വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ അവരുടെ നൊമ്പരങ്ങൾ നമ്മളോട് വ്യക്തിപരമായി പങ്കുവെച്ചിട്ടുണ്ട്. ഒരുപാട് പേര്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ക്ഷേത്രാചാരങ്ങളിലേക്ക്, ആരാധനാക്രമങ്ങളിലേക്ക്, വിശ്വാസങ്ങളിലേക്ക് കൈകടത്തുന്ന ധാർഷ്ട്യം അവസാനിപ്പിച്ച് തുടർന്നു പോരുന്ന ആചാര വ്യവസ്ഥയെ ശാന്തിയോടെ സമാധാനത്തോടെ നമ്മുടെ സമൂഹം പുലരണം എന്നുള്ള സങ്കല്പത്തോടുകൂടിയുള്ള ഒരു ഭരണക്രമത്തെ നടപ്പിലാക്കാൻ വിവേകം അല്പമെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ സമയമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സങ്കല്പങ്ങൾ ഉയർത്തുന്നതിനായിക്കൊണ്ട് മാത്രമല്ല, നേരത്തെ ഇവിടെ സ്വാഗതം ചെയ്തപ്പോൾ ഈ ശബരിമല കർമ്മസമിതിയുടെ ഈ ഒരു പരിശ്രമത്തിൽ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്ന പലരെക്കുറിച്ചും ശ്രീ മുൻ DGP സെൻകുമാർ ഓർമ്മിക്കേണ്ടായി. അതിൽ പ്രത്യേകിച്ചും ഒന്ന് കേവലം ജീവൻ വെടിയൽ മാത്രമല്ല, അപമാനപൂരിതമായ ജീവൻ വെടിയലായിരുന്നു അത്. കാരണം തലയ്ക്ക് പാർട്ടി ആഫീസിൽ നിന്നുള്ള കല്ലേറേറ്റ് ഒരു മനുഷ്യൻ പടഞ്ഞ് രക്തം വാർന്ന് ഹോസ്പിറ്റലിൽ മരിക്കുകയുണ്ടായി. സാധാരണ അപ്രകാരം ഒരു മരണം നടന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടാണ് സ്ഥിരീകരിക്കുക എങ്ങനെയാണെന്ന്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത്. എന്നാ മുഖ്യമന്ത്രി ഡോക്ടറായതെന്നോ അദ്ദേഹം എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നോ നമുക്ക് ആർക്കും അറിയില്ല. ആണെങ്കിൽ ഇനിയിപ്പോൾ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയല്ലോ എല്ലാവരെയും. അതിനിപ്പോൾ എന്ത് ആയുധം ഉപയോഗിക്കാമെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയല്ലോ. കാരണം ഡോക്ടർമാരുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പ്രസ്താവിക്കുക, ഇതിനു മുമ്പ് ഇവിടെ EK നായനാർ ഭരിച്ചിട്ടില്ലേ, ഇതിനു മുമ്പ് ഇവിടെ അച്യുതാനന്ദൻ ഭരിച്ചിട്ടില്ലേ, അവരൊക്കെ പഠിച്ചിട്ട് പറയാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇയാൾക്കും അങ്ങനെ പറഞ്ഞൂടെ പഠിച്ചിട്ട് പറയാമെന്ന്? അതിനു മുമ്പ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഹൃദയാഘാതം കൊണ്ടാ അതിലും അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. കാരണം ഏത് കാരണം കൊണ്ട് മരിക്കുകയാണെന്ന് വെച്ചാലും ഹൃദയം നിൽക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാ. എങ്ങനെ മരിക്കുകയാണെന്ന് വെച്ചാലും ഹൃദയം നിൽക്കും. വെടികൊണ്ട് മരിക്കുകയാണെന്ന് വെച്ചാലും ഹൃദയം നിൽക്കും. ഹൃദയം നിന്നിട്ടേ നമ്മൾ മരിക്കുള്ളൂ. അപ്പൊ അത് ശരി അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഒരു സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന നടപടിയാണ്. ഇതുമായി തുടരരുത് എന്നുള്ളൊരു താക്കീതായിട്ട് ഈ സമ്മേളനം തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വളരെ വളരെ സന്തോഷം. നമസ്കാരം. ശബരിമല കർമ്മസമിതിയുടെ സംഘാടകരുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ഈ ഭക്തജന സംഗമം മാറിക്കഴിഞ്ഞിരിക്കുന്നു.